ഹലോ ഗായ്സ്, എനിക്കിന്ന് ഒരു പി എസ് സിയുടെ എക്സാം ഉണ്ട്. അതിനുള്ള ഒരുക്കത്തിലാണ് ഞാൻ. കുളിയൊക്കെ കഴിഞ്ഞു. വീമ്പൂർ അങ്ങനെ എന്തോ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ഹോൾ ടിക്കറ്റിലുള്ളത്. മലപ്പുറം ഡിസ്ട്രിക്റ്റാണ്, മഞ്ചേരിയാണ് പ്ലേസ് വരുന്നത്. കണ്ടെത്തണം. എനിക്കും എൻ്റെ ഫാമിലിക്കൊന്നും ആ സ്ഥലത്തിനെക്കുറിച്ച് വലിയ അറിവില്ല. പക്ഷെ നമ്മൾ കണ്ടെത്തും ഗൈസ്. നമുക്ക് ബസ്സുകാരോടൊക്കെ ചോദിക്കാം, ഇല്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെ ചോദിക്കാം. എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യം പോയി മാറ്റിയിട്ട് വരാം ഗൈസ്. താങ്ക് യു ഉമ്മ. കുട്ടിക്കും കിട്ടിയോ? അമ്മയ്ക്കും കിട്ടി. ഇതാര് തന്നതാ? ആര്? അമ്മയോ അച്ഛമ്മയോ? ഓക്കെ, താങ്ക് യു പറഞ്ഞോ അച്ഛമ്മേനോട്. അച്ഛമ്മേനോട് താങ്ക് യു പറഞ്ഞോ. ഓക്കെ. കണ്ണൻ ഫുഡൊന്നും തീരെ കഴിക്കാത്തതുകൊണ്ട് അവനെ ഞാൻ ഫീഡ് ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത്. കാരണം എനിക്ക് പോയ ഒരു സമാധാനം കിട്ടില്ല. ആളെ ഞാൻ തന്നെയാണ് ഇങ്ങനെ ശീലാക്കി വെച്ചത്. ഞാൻ കൊടുത്താൽ മാത്രമേ ഇപ്പോൾ കഴിക്കുന്നുള്ളൂ. എന്തായാലും ഞാൻ കൊടുത്തു കേട്ടോ. ഇല്ലാതെ എനിക്ക് പോയി കഴിഞ്ഞാൽ തീരെ ഒരു സമാധാനം കിട്ടില്ല. ആസ് എ മദർ എന്ന നിലയിൽ ഈ വീഡിയോ കാണുന്ന മദേഴ്സിനൊക്കെ റിലേറ്റഡ് ആയിരിക്കാം. പിന്നെ കണ്ട വീഡിയോ കണ്ടപ്പോൾ ഓരോന്നും കാണിക്കുന്നുണ്ട്. പിന്നെ അമ്മ വേഗം അവനെ ഉള്ളോട്ടാക്കിയിട്ടോ ഞാൻ പോകുന്നതുകൊണ്ട്. അങ്ങനെ ഞാൻ PSC എക്സാമിന് പോകണം ഗെയ്സ്. കുറച്ച് നേരം വൈകിയോ എന്നൊരു ഡൗട്ട്. കുട്ടിക്ക് ഫുഡൊക്കെ കൊടുക്കാൻ നിന്നപ്പം അതുകൊണ്ടായിരിക്കാം. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ സെക്കൻഡ് ടൈമാണ് കേട്ടോ ഒരു PSC എക്സാം എഴുതാൻ പോകുന്നത്. ഫസ്റ്റ് ടൈം LDC ആണ് എഴുതിയത്. കുഴപ്പമൊന്നുമില്ലായിരുന്നു, പക്ഷേ ലിസ്റ്റിലൊന്നും ഇല്ല കേട്ടോ. പിന്നെ PSC ആയിട്ട് എനിക്കൊരു ബന്ധമില്ല, അതാണ് ഒന്നാമത്. ഈ എക്സാമിൽ പിന്നെ ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് വിചാരിച്ചു ആദ്യം പോയി ഒന്ന് അനലൈസ് ചെയ്തേക്കാം എങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ എന്നൊക്കെ. എന്നിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം. ചെയ്യുന്നു ഉറപ്പില്ല കേട്ടോ. പോയി നോക്കട്ടെ ഗൈസ്. ബസ് പോയി ഗൈസ്, ജസ്റ്റ് മിസ്സായിരുന്നു. ഇനി അടുത്തത് വരെ വെയിറ്റ് ചെയ്യണം. പിന്നെയാണ് ഗൈസ് എനിക്ക് എപ്പോഴും സംഭവിച്ചത്. ബസ് പോയി, എന്നെ കൂട്ടിയില്ല. ഒന്നാമത് ഭയങ്കര തിരക്കായിരുന്നു, നമ്മുടെ സ്റ്റോപ്പിൽ നിർത്തിയില്ല. ഞാൻ അപ്പോഴത്തേക്ക് ഒരു പെന്ന് വാങ്ങിയിട്ടോ. പിന്നെ നമ്മൾ കുറേ വണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഓട്ടോ കിട്ടിയത്. ആ ആശ്വാസമാണ് എൻ്റെ മുഖത്ത് കാണുന്നത് ഗൈസ്. ഓട്ടോ കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിനൊരു കുളിർമ. എനിക്ക് ഒന്നാമത് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എത്തോന്നും സ്ഥലം കണ്ടിരിക്കാനുള്ളതുകൊണ്ടൊക്കെ എത്തോന്നും അങ്ങനെയൊക്കെ ഒരുപാട് ടെൻഷനിലാണ് ഞാൻ ആ ഓട്ടോയിൽ കയറിയത്. പിന്നെ ഓട്ടോ കിട്ടിയപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞാൻ കൊണ്ടോട്ടി സ്റ്റാൻഡിലെത്തിയിട്ടു. അൺഎക്സ്പെക്റ്റഡ്ലി ഗൈസ്, എൻ്റെ ഹസ്സിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാണ് കേട്ടോ അത്. ആളും നമ്മൾ സെൻറ്റർ നോക്കിയപ്പോൾ ഒരേ സ്ഥലത്തേക്കാണ്. പിന്നെ നമ്മൾ ഒന്നിച്ചാണ് പോയത്. ബസ്സിൽ ഞാൻ ആദ്യം പോയി സീറ്റ് അടിച്ചു. എനിക്ക് പണ്ടേ ആദ്യം പോയി പിടിക്കുന്ന പരിപാടി ഉണ്ട് കേട്ടോ. കൂടെ ആരുണ്ടോന്നൊന്നും ഞാൻ നോക്കാറില്ല. ആ താത്ത നോക്കി ചിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, ചിരിച്ചുകൊണ്ട് എടുക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒന്നിച്ച് സീറ്റ് കിട്ടിയിട്ടോ. ആൾക്ക് മുന്നിൽ സീറ്റ് കിട്ടിയപ്പോൾ എന്നെ അങ്ങോട്ട് വിളിച്ചു. അങ്ങനെ ഞാനും അവിടെ പോയിരുന്നു ഗൈസ്. പിന്നെ നമുക്ക് സ്ഥലം കണ്ടെത്താൻ വല്ലാണ്ട് പാടുപെട്ടില്ല. ബസ്സുകാർ നമ്മളവിടെ ഇറക്കി തന്നു. പിന്നെ സ്കൂളും അടുത്ത് തന്നെയായിരുന്നു സ്റ്റോപ്പിൻ്റെ. ഇതാണ് ഗൈസ് നമ്മുടെ സ്കൂൾ. ചെറിയൊരു സ്കൂളാണ് കേട്ടോ. കുട്ടികളും അത്യാവശ്യം കുറവൊക്കെ തന്നെയാണ്. എങ്കിലും ചെറിയൊരു ടെൻഷനോടെയാണ് ഞാൻ ആ പടി കയറിയത്. പിന്നെ ഇത് എനിക്ക് അമ്മ വാങ്ങിത്തന്ന, അതായത് എൻ്റെ മദറിലോ വാങ്ങിത്തന്ന ഡയറി മിൽക്കാണ് കേട്ടോ. സംഭവം വെയിൽ കൊണ്ട് അലിഞ്ഞു പോയിരുന്നു. ഇതെൻ്റെ എക്സാം കഴിഞ്ഞുള്ള റിയാക്ഷനാണ്. പൊട്ടി ഗൈസ്, സ്വാഭാവികം. എൻ്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടായാലും സങ്കടം ഉണ്ടായാലും എനിക്ക് ഫുഡ് കഴിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ കൊണ്ടോട്ടി എത്തിയതിന് ശേഷമാണ് കേട്ടോ കഴിക്കുന്നത്. നമ്മൾ പോയ സ്ഥലത്ത് അങ്ങനത്തെ കൂൾബാറും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് കൊണ്ടോട്ടി എത്തിയപ്പോൾ ഗൈസ് ഞങ്ങൾ ഒരു ഫുൾ ഷവർമ, അതായത് പ്ലേറ്റ് ഷവർമ കഴിച്ചു. രണ്ടുപേരും കഴിച്ചു. പിന്നെ നമ്മൾ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ ആളിതുവരെ നമ്മളുടെ വീട്ടിലേക്ക് വരാത്തതുകൊണ്ട് ഞാൻ പിടിച്ച് വണ്ടി കയറ്റിയിരുത്തി ഗൈസ്. പിന്നെ മല്ലി മുളകൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ പൊടിച്ചിട്ട്, നമ്മൾ സ്വയം പൊടിച്ചിട്ട് തന്നെയാണ് യൂസ് ആക്കാറ്. അതുകൊണ്ട് അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കണ്ണനെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. എനിക്ക് അവനങ്ങനെ പിരിഞ്ഞ് നിൽക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവന് ഞാൻ സിപ്പപ്പാണ് വാങ്ങിയിരിക്കുന്നത്. വേറെ ചോക്ലേറ്റ്സൊക്കെ കുറേ കഴിച്ചിട്ടുണ്ട്. പിന്നെ സിപ്പപ്പ് കഴിച്ചിട്ട് കുറേ ആയി. പിന്നെ എനിക്ക് ഞാനൊന്ന് കൂളാവാൻ സിപ്പപ്പ് വാങ്ങിനി. അപ്പോൾ എനിക്ക് അവനെ ഓർമ്മ വന്നപ്പോൾ അതെന്നെ മതി വിചാരിച്ചു. ആൾ ഞാൻ വരുന്നത് കാത്ത് നിൽക്കുന്നതാണ് കേട്ടോ ഗൈസ്.